കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ മുമ്പായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റ് മെമ്മോ കിട്ടി, അതിനുശേഷം നിങ്ങൾ ഫീ പേ ചെയ്ത ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കോളേജസ് നോക്കുന്നവരാണെങ്കിലോ, നിങ്ങൾ നിർബന്ധമായിട്ടും c.kerala.gov എന്ന വെബ്സൈറ്റിൽ കയറി ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ആ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൊരു ഒരു ഇതാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൃത്യമായി ചെയ്യണം. ഈ ഓപ്ഷൻ കൺഫർമേഷന് ശേഷം നിങ്ങൾക്ക് കോളേജസ് അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ, ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മേലെയുള്ള, അതായത് ഞാൻ വെച്ചിരിക്കുന്ന മേലെയുള്ള ഹയർ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ട ആളാണ്, എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് ഇഷ്ടമല്ല, എനിക്ക് മേലെയുള്ള കോളേജിലേക്കാണ് ഞാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള കോളേജുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് ഒക്കെ വെച്ചിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ നിർബന്ധമായി കൊടുത്തിരിക്കണം. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻസ് കൊടുത്ത കോളേജുകളിലേക്കൊന്നും നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. നിങ്ങളവിടെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കോളേജസ് കൊടുത്താൽ അത് മാത്രമേ പരിഗണിക്കപ്പെടത്തുള്ളൂ. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, അതേസമയം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾ ഫീ പേയ്മെന്റും എല്ലാം ചെയ്തു, പക്ഷേ ഈ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏത് കോളേജാണോ കിട്ടിയത് അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാവരും നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഈ വരുന്ന 16-ാം തീയതി രാത്രി 11:59 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.